മാളം വെക്കണമല്ലോ, ഒരു ചെടി നടണമല്ലോ. പടച്ചവനെ, അതാ ചെടി നമ്മൾ കൊണ്ടുപോകാറില്ല. അധികം മക്കളും മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ നടാനുള്ള ചെടി പോലും കൊണ്ടുപോകൂല. ഒരു ചെടി പോലും നിന്റെ പറമ്പിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന് ഒരു ചെടി പോലും നീ കൊണ്ടുപോകൂല. അവസാനം അടുത്തവന്റെ കബറിൽ നിന്ന് മോഷ്ടിക്കുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അതിന്റെ ഒരു കമ്പ് അനുവാദമില്ലാതെ നീ ഒടിച്ചെടുത്തിട്ട് നിന്റെ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് നീ പറയുന്നു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട് എല്ലാവരും നിന്നോട് സലാം പറഞ്ഞിട്ട് പിരിയുകയാണ്. എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിയുകയാ. നീ സ്നേഹിച്ചവര് മുഴുവനും നിനക്ക് ജീവിതത്തിൽ ഒരു സഹായത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം വന്നപ്പോ പള്ളിപ്പറമ്പിൽ ഒരു കുടിക്കകത്ത് കൊണ്ടിട്ടിട്ട് എല്ലാവരും നിന്നെ പിരിഞ്ഞു പോകുമെങ്കിൽ സഹോദരാ, അവരാണോ യഥാർത്ഥ കൂട്ടുകാര്? യഥാർത്ഥ കൂട്ടുകാരനാണെങ്കിൽ ഉസ്താദേ, എന്റെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ വാപ്പാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് മകനാണ് പള്ളിപ്പറമ്പിൽ മാതാവിന്റെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? ഏത് പെണ്ണാണ് ഭർത്താവിന്റെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? എന്റെ പൊന്നുമോൻ എന്റെ ജീവനാ ഉസ്താദേ എന്ന് പറയുന്ന പൊന്നുമോന്റെ കബറിന്റെ ചാരത്ത് ഏത് ഉമ്മയാണിരിക്കുന്നത്? ഒരാളും പള്ളിപ്പറമ്പിൽ ഇരിക്കുന്നില്ല, ഇരിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും നിന്നെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകുമ്പോ, എല്ലാവരും നിന്നെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് വലിയ പ്രയോജനമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്നൊരു കൂട്ടുകാരനെ പറഞ്ഞു തന്നു. നിങ്ങൾ ആരെങ്കിലും അവരെ ഫ്രണ്ട്സ് ആക്കാൻ കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത് ഈ പറയുന്ന ഒരു വിഭാഗമായാൽ അവര് ദുനിയാവിൽ നിന്റെ കൂടെയുണ്ട്. അവര് നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതാ മരണസമയത്ത് നിന്റെ കൂടെയുണ്ട്, ഖബറിന്റെ അകത്ത് നിന്റെ കൂടെയുണ്ട്, പരലോകത്ത് നിന്റെ കൂടെയുണ്ട്, സിറാത്ത് എന്ന പാലത്തിൽ നിന്റെ കൂടെയുണ്ട്, മീസാൻ എന്ന ത്രാസിൽ നിന്റെ മുന്നിലുണ്ട്. ആ കൂട്ടുകാര് നിന്നെ സ്വർഗം വരെ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദ്, എൻ്റെ വാപ്പായിക്ക്, എൻ്റെ വാപ്പാനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ ഉമ്മച്ചി എനിക്ക് വല്ലാത്ത ഇഷ്ടം. ചില ഉമ്മ പറയും, എൻ്റെ മോൻ എൻ്റെ ജീവൻ ഉസ്താദ്, ഇവനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് പറ്റൂല. ചില ഭാര്യമാര് പറയും, എൻ്റെ ഭർത്താവില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഉസ്താദ്, എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. എന്നാൽ ഈ പള്ളിപ്പറമ്പിൽ ഈ പറഞ്ഞ വാപ്പ കിടപ്പുണ്ട്, ഉമ്മ കിടക്കുന്നുണ്ട്, ഭാര്യ കിടക്കുന്നുണ്ട്, ഭർത്താവ് കിടക്കുന്നുണ്ട്, മക്കൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരും കബറിൻ്റെ അകത്ത് ഇറങ്ങിയൊന്നും കിടക്കണ്ട. ആ കബറിൻ്റെ മുകളിലെങ്കിലും ഒരു രാത്രിയെങ്കിലും ആരെങ്കിലും ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്ക്, പള്ളിപ്പറമ്പില് മരണപ്പെട്ടു പോയവരുടെ കബറിന്റെ ചാരത്ത് അന്നത്തെ ദിവസമെങ്കിലും കൂടുതൽ, അന്നല്ലേ ഏറ്റവും കൂടുതൽ വിഷമം, അന്നത്തെ ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും അല്ലാ എനിക്ക് രാത്രി വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എൻ്റെ വാപ്പ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പള്ളിപ്പറമ്പിൽ വന്നിരിപ്പുണ്ടോ? ഇരിക്കൂല, ഖിയാമത്ത് നാൾ വരെ ഇരിക്കൂല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും ഒരു വെളിച്ചമില്ലാത്ത, നിങ്ങൾ ആലോചിക്കുക, ഒരു വെളിച്ചമില്ലാത്ത ആര് കാട് പിടിച്ച് കിടക്കുക, പള്ളിപ്പറമ്പിൽ കാട് പിടിച്ച് കിടക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നും. എനിക്കറിയാം, ഞാൻ പള്ളിപ്പറമ്പ് കണ്ടില്ല, ഇവിടുത്തെ പള്ളിക്കാട് ഞാൻ കണ്ടില്ല, പക്ഷെ കാട് പിടിച്ച് കിടക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്നൊരു സഹോദരി എനിക്ക് മെസ്സേജ് എഴുതിയിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. അവിടെ നിന്ന് ഉസ്താദ്, ഇന്ന് ഉസ്താദ് വഴുതു പറയുന്ന നാട്ടുകാരിയാണ് ഞാൻ. ഉസ്താദ് അവിടെ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കണം, എൻ്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട്,